ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉണക്കക്കപ്പ എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് കുറച്ച് ഉണക്കക്കപ്പ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർന്ന കപ്പയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ 3-4 വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇതിനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിക്കുക. അപ്പോൾ ഞാൻ എളുപ്പത്തിനായിട്ട് കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ചതച്ചെടുക്കാൻ ആവശ്യമായിട്ട് തേങ്ങ വേണം. ഞാനൊരു കപ്പിന് മുകളിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. 3-4 വെളുത്തുള്ളി, പച്ചമുളക് ഒരു 5-6 എണ്ണം എരിവിനനുസരിച്ച്, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം, ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ഞാൻ ചതച്ചതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. അപ്പം ഒന്ന് ചതച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ചതയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ. ഇളക്കാനുള്ള സൗകര്യത്തിന് പാത്രം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങയുടെ കൂടെ ഇട്ടിട്ടുള്ളത് കൊണ്ട് അതനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചതയ്ക്കുന്ന ഇടികല്ല് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന തടിയുടെ കമ്പുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. എനിക്ക് നന്നായിട്ട് തന്നെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഉണക്കക്കപ്പ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ചൂരയുടെ തല കറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണിത് എടുക്കുന്നത്. Thanks for watching.